പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ +2 വിദ്യാർത്ഥികളെ സ്കൂളിലെ താൽക്കാലിക അധ്യാപകനും സുഹൃത്തുക്കളും ചേർന്ന് പഴയങ്ങാടി വാടിക്കൽ പുഴയോരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വച്ച് മൃഗീയമായി ഇരുമ്പുവടി അടക്കം ഉപയോഗിച്ച് അടിച്ച് പരിക്കേൽപ്പിച്ചു. കുട്ടികൾ ഇപ്പോൾ ആശുപത്രിയിലാണ്. അധ്യാപകനും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഡിസംബർ 9-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതിനു മുൻപ് ഡിസംബർ 5-ന് സ്കൂളിൽ നിന്നൊരു വിനോദയാത്ര പോയിരുന്നു. അന്ന് വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറി ഈ താൽക്കാലിക അധ്യാപകൻ ലിജോ ജോൺ എന്നു പേരുള്ള താൽക്കാലിക അധ്യാപകൻ മോശമായി പെരുമാറി എന്നൊരു പരാതി ഉയരുകയും ഇതിനെ തുടർന്നുണ്ടായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഡിസംബർ 9-ന് കുട്ടികളെ സുഹൃത്തുക്കളും അധ്യാപകനും ചേർന്ന് വാടിക്കൽ പുഴയോരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് സംസാരിക്കാൻ എന്ന വ്യാജേനയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് വടികളും ഈ പറയുന്നത് പോലെ ഇരുമ്പ് ദണ്ടും ഒക്കെ ഉപയോഗിച്ച് മൃഗീയമായി അടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. കുട്ടികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫസ്റ്റ് വൺ സ്ട്രീറ്റ് മീഡിയയ്ക്ക് വേണ്ടി KN വർഷം. നിന്റെ പേരെന്ന്? മുഹമ്മദ് റാസി. അപ്പൊ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു. നമ്മൾ സ്കൂളിൽ ടൂർ പോയി. ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഒരു DJ പാട്ട് നടത്തി സ്കൂളിൽ. അപ്പോൾ ഒരു കുട്ടിക്ക് അതിൽ പ്രശ്നം വന്ന് മാഷ് എന്തോ ആക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോദിക്കാൻ പോയി മാഷിനോട്. അപ്പം അതിനിടയ്ക്ക് ചെറിയ സംഘർഷം ഉണ്ടായി. മാഷിന്റെ കോളർ പിടിക്കാൻ പോയി, പക്ഷെ തൊട്ടില്ല. മാഷിന്റെ മേത്ത് തൊട്ടിട്ടും കോളർ പിടിച്ചിട്ടില്ല. അപ്പോൾ അതവിടെ മൊത്തീർപ്പാകാൻ വേണ്ടിയിട്ട് ഫുള്ള് മാഷിനോടുള്ള സോറി പറഞ്ഞ് കാല് വരെ പിടിച്ചു. മാഷിന്റെ അങ്ങനെ ആക്കി എല്ലാം സോൾവ് ആയിട്ട് നമ്മൾ നാട്ടിലെത്തിയിട്ട് മാഷ് പറഞ്ഞ് ഇതൊന്ന് നോക്കിയാൽ കേസ് എന്തായിട്ട് കൊടുക്കും ഇന്നും അന്നൊന്ന് 6 മണി മുമ്പ് വിളിക്കണം, എന്നാലും അതൊന്നും അളവാക്കി തരാം. അപ്പം അങ്ങനെ 6 മണി മുമ്പ് വിളിച്ചാലും പറഞ്ഞ് നീ ഒന്ന് പഴയങ്ങാടിയിലേക്ക് ഇറങ്ങും 3 നാള്. 6 മണി മുമ്പ് 3 നാൾ എന്തായാലും പഴയങ്ങാടിയിലേക്ക് ഇറങ്ങും. നാളെ കേസ് പിന്നെ വിളിക്കാൻ. മാഷിന്റെ നാട് അറിയില്ല. മാഷിന്റെ നാൾ നാടേയായിട്ടാണ് അറിയാം. പഴയങ്ങാടിയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പഴയങ്ങാടിയിലേക്ക് പോയി. ഇപ്പം മാഷ് പറഞ്ഞ് കുറച്ചങ്ങാട് എടുക്കാൻ വരുന്നുണ്ട്. നമ്മൾ കുറച്ചങ്ങാട് അധികം ഉണ്ട്. കുറച്ച് മുമ്പോട്ട് നടന്നേരം മാഷ് വന്നാണ് ഒരു സുഹൃത്തുണ്ടായി ബാക്കിൽ. അപ്പം 3 പീസ് പോകാൻ കഴിഞ്ഞു. നമ്മൾ 2 ആളെ നിർത്തിയിട്ട് ഇന്നലെ മാത്രം കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ വിളിച്ചു എന്താ മാഷ വരാത്ത അങ്ങനെ എന്താക്കി ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഇങ്ങോട്ട് ഞാൻ വണ്ടി അയക്കാറിട്ട് രണ്ടാമത് സുഹൃത്ത് ഒറ്റ വണ്ടിയിൽ വന്ന് നമ്മളെ 2 ആളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവനാടെ ചെറിയ കാര്യങ്ങൾ നമുക്ക് തീർന്നു. നമുക്ക് മനസ്സിലായി ഇതാകാൻ തുടങ്ങി. പിന്നെ ആളെ പറയുന്നില്ല, അടിക്കും. അതുപോലെ അടിയടിച്ച് നമ്മളെ വട്ട കഷ്ണം ഉണ്ടായി. വട്ട കഷ്ണം പിന്നെ മുളവടി പോലത്തെ വലിയ വടി, മരത്തിന്റെ ഒരു വടിയല്ലേ നല്ല, പിന്നെ ഇരുമ്പിന്റെ ഉണ്ടായി തോന്നറിയില്ല. അതിനെ കൊണ്ട് അടിച്ചു. ഒന്നും തിരിയുന്നില്ല, ഇരുട്ടാണ്ടേ നല്ല അടി അടിച്ചു. പക്ഷെ നമുക്ക് മുഖം കറക്റ്റ് അറിയാം. 4 ആളെ മുഖം കറക്റ്റ് ആകാൻ വേണ്ടി. എത്ര പേരുണ്ട്? 4 ആള്. മാസം കൂട്ടി 4 ആള്. ലാസ്റ്റ് ഒരാൾ വന്നിന്, അയാളെ കുറച്ച് തീർത്ത് വിട്ടോ പറഞ്ഞു. പക്ഷെ നല്ല അടി അടിച്ചിന്. ഇവന്റെല്ലാം ഇങ്ങനെ പിടിച്ച് ബോക്സിങ് അടിച്ച് പട്ടികൾ അങ്ങനെ കുത്തുത്തി എന്നാ വട്ട കഷ്ണം വെച്ചിട്ട് മുഖത്തടിച്ചു. മൂക്കിന്റെ നമ്മൾ സ്കൂളിൽ അധ്യാപകരാ വന്നു. അവർ ഈ കാര്യം അറിയേയില്ല. ഈ കാര്യം ഒന്നും അറിയില്ല. ആ കേസേ അറിയും, ടൂറിന്റെ കേസ്. അത് നിങ്ങൾ പറഞ്ഞു സ്കൂളല്ല തീർപ്പാക്കി പോവാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഇവിടെ നിന്നിപ്പോ അഡ്മിറ്റ് ചെയ്ത അവരെ നിങ്ങളിപ്പോ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാഷ്മാര് വീട്ടുകാർ നാട്ടിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവര് പറഞ്ഞിട്ട് ഇത് ഇന്നലെ രാത്രിയല്ലേ സംഭവം അടിച്ചത്? ഇന്നലെ വൈകുന്നേരം രാത്രി ലൈറ്റ് അതിന് വരാൻ വേണ്ടി പേടിച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് പിന്നെ നാട്ടില് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇത് അടി പാടെല്ലാം കണ്ട് എന്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോ അഡ്മിറ്റ് ആയിക്കോ കേസാക്കുന്നത്. ഓനെ വിളിച്ചാലോ എന്ന് പറഞ്ഞ് നിങ്ങളെ കേസിനോ നമുക്ക് തെളിവുണ്ട്, നിങ്ങൾക്ക് എന്ത് തെളിവില്ല അടിച്ചത് അങ്ങനെ പറഞ്ഞു. ഫസ്റ്റ് വൺ സ്ട്രീറ്റ് മീഡിയയ്ക്ക് വേണ്ടി KN വർഷം.